ആരാധന ദൈവസാന്നിധ്യത്തിൽ ദൈവിക ഉദ്ദേശത്തിനായി. വർഷിപ്പ് ഇൻ ഗോഡ്സ് പ്രസൻസ് ഫോർ ഗോഡ്സ് പർപ്പസ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. യഥാർത്ഥ ആരാധന എന്നത് കേവലം ബാഹ്യമായ ചില ചടങ്ങുകളോ പാട്ടുകളോ മാത്രമായി ഒതുങ്ങേണ്ട ഒന്നല്ല. അത് സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ഭയഭക്തിയോടെ പ്രവേശിക്കുന്ന അനുഭവമാണ്. ദൈവ സാന്നിധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാറിമറിയുകയും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള നിത്യമായ ഉദ്ദേശങ്ങളോട് നമ്മുടെ ജീവിതം ചേർക്കപ്പെടുകയും ചെയ്യുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു ശാസ്ത്രി യേശുവിനോട് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതെന്ന് ചോദിക്കുമ്പോൾ യേശു നൽകുന്ന മറുപടി ആരാധനയുടെ അന്തസ്സത്തെ തിരുത്തി കുറിക്കുന്നതാണ്. ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നതും സഹജീവിയെ സ്വന്തം പ്രയോറിറ്റിയോടെ കരുതുന്നതുമാണ് യഥാർത്ഥ ആരാധനയെന്ന് യേശു വ്യക്തമാക്കുന്നു. ദൈവ സാന്നിധ്യത്തിലെ ആരാധനയും ദൈവിക ഉദ്ദേശങ്ങളും. ഇന്നത്തെ ആരാധന പൂർണ്ണ ഹൃദയത്തോടെയുള്ള സമർപ്പണമാണ്. വർഷിപ്പ് ഡിമാൻഡ്സ് ഹോൾ ഹാർട്ടഡ് ഡിവോഷൻ. യേശു ന്യായശാസ്ത്രിക്ക് നൽകിയ മറുപടിയിൽ ഒന്നാമതായി പറയുന്നത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാണ്. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ആരാധന എന്നത് വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയത്തിൽ നിന്ന് പുറപ്പെടേണ്ടതാണ് എന്നാണ്. അതായത് ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് ഒരു വിശ്വാസിക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭാഗികമായ ഭക്തിക്ക് സ്ഥാനമില്ല. നമ്മുടെ മുഴുവൻ അസ്തിത്വവും അവിടുത്തേക്ക് മുമ്പിൽ കീഴടങ്ങുമ്പോൾ മാത്രമേ ആരാധന പൂർണ്ണമാവുകയുള്ളൂ. യഥാർത്ഥമായ സമൃദ്ധിയും ആത്മീയ വർധനവും ഉണ്ടാകുന്നത് വിട്ടുകൊടുക്കലിലൂടെയും നഷ്ടങ്ങളിലൂടെയുമാണ്. ഒരു വിത്ത് വീണ് മണ്ണോട് ചേരുമ്പോഴാണ് അത് ഫലം പുറപ്പെടുവിക്കുന്നത്. അതുപോലെ ആരാധനയിൽ നമ്മെ തന്നെ ദൈവത്തിന് പൂർണ്ണമായും വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ അഹന്തയും സ്വാർത്ഥതയും എല്ലാം ഇല്ലാതാകും. നാം ആധ്യാത്മികമായി പുതിയൊരു ജീവനിലേക്ക് ഉയരുകയും ചെയ്യും. അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ വരുന്നത് കേവലം നന്മകൾ ചോദിച്ചു വാങ്ങാൻ മാത്രമല്ല, മറിച്ച് നമ്മെ തന്നെ അവിടുത്തെ മുമ്പിൽ ഒരു ജീവനുള്ള യാഗമായി അർപ്പിക്കുവാനാണ്. നമ്മുടെ ബുദ്ധിയും ശക്തിയും ആത്മാവും ദൈവത്തിൻ്റെ മഹത്വത്തിനായി മാറ്റിവെക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായിട്ട് മാറുന്നു. ഇതാണ് 2. ദൈവത്തോടുള്ള ആരാധന മനുഷ്യനോടുള്ള സ്നേഹമായി മാറണം. വെർട്ടിക്കൽ വർഷിപ്പ് ലീഡ്സ് ടു ഹൊറിസോണ്ടൽ ലവ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന ഒന്നാമത്തെ കൽപ്പനയോട് ചേർത്ത് തന്നെ യേശു 2ാമത്തെ കൽപ്പനയും ഓർമ്മിപ്പിക്കുന്നു. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നത് പറയുമ്പോൾ ഞാൻ എന്നെ ഓരോ അനുഭവങ്ങളിലേക്ക് പോകുമ്പോഴും എത്രമാത്രം ഒരുക്കുന്നു, എത്രമാത്രം എനിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിനു വേണ്ടി സമയം ചെലവിടുന്നു, അത്രമാത്രം തന്നെ സഹോദരനെയും സ്നേഹിക്കുവാനായിട്ട് കഴിയണം. ദൈവത്തോടുള്ള ആരാധന വെർട്ടിക്കൽ, അത് സത്യസന്ധമാണെങ്കിൽ അത് ചുറ്റുമുള്ള മനുഷ്യരോടുള്ള സ്നേഹമായി ഹൊറിസോണ്ടൽ ലെവലിൽ പ്രകടമാകണം. ദൈവത്തെ മാത്രം സ്നേഹിക്കുകയും സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ്റെ ആരാധന വെറുതെയാണ്, വ്യർത്ഥമാണ്. യേശുക്രിസ്തു തൻ്റെ ദൈവത്വത്തിൻ്റെ മഹിമകളെല്ലാം വിടിഞ്ഞ് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരാശിയോടുള്ള അളവറ്റ സ്നേഹം കൊണ്ടാണ്. അവൻ മനുഷ്യപുത്രനായി സൺ ഓഫ് മാനായി വന്ന് നമ്മോട് താതാത്മ്യപ്പെട്ടു. അപ്പോൾ ഓരോ ആരാധനയിലും ഒരു താതാത്മ്യപ്പെടൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സഹോദരനോട്, സഹോദരിയോട്. മറ്റൊരിടത്ത് യേശു പഠിപ്പിക്കുന്നുണ്ട്, യഥാർത്ഥമായ യാഗമെന്ന് പറയുന്നത് സ്വീകരിക്കപ്പെടുന്നത് അത് സഹോദരനോട് നിരന്നെങ്കിൽ മാത്രമേ സാധ്യമായിട്ട് തീരുകയുള്ളൂ. ദൈവസാന്നിധ്യത്തിലിരിക്കുന്ന ഒരു യഥാർത്ഥ ആരാധകന് സമൂഹത്തിലെ വേദനിക്കുന്നവരുടെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെയും കണ്ണുനീര് കാണാതിരിക്കാനായിട്ട് കഴിയില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം അവനെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രേരിപ്പിക്കും. ആരാധനാലയത്തിന് 4 ചുവരുകൾക്കുള്ളിൽ തീരുന്നതല്ല ആരാധന. അത് സമൂഹത്തിലേക്ക് ഒഴുകിയിറങ്ങേണ്ട പ്രാക്സിസ് ലവ് ആണ്, പ്രാവർത്തിക സ്നേഹമാണ്. ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശം ഈ ലോകത്തെ മുഴുവൻ ക്രിസ്തുവിലേക്ക് ആരാധിക്കുക എന്നതാണ്. ഡിവൈൻ അട്രാക്ഷനാണ്. നാം മറ്റുള്ളവരെ സ്നേഹത്തോടും
കരുതലോടെയും ചേർത്ത് പിടിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ വലിയ ദൈവരാജ്യത്തിൽ നമുക്കും പങ്കാളികളായിട്ട് മാറുവാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോൾ ഓരോ ആരാധനയും ഒരു ഡിവൈൻ വർഷിപ്പായിട്ട് മാറും. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വലിയ ആരാധനയായിട്ട് മാറും. അതിന് നമുക്ക് പരിശ്രമിക്കാം. 3, യഥാർത്ഥ ആരാധന രൂപാന്തരപ്പെട്ട ജീവിതമായി പ്രകടമാകണം. ട്രൂ വർഷിപ്പ് മസ്റ്റ് റിസൾട്ട് ഇൻ എ ട്രാൻസ്ഫോംഡ് ലൈഫ്. യേശുവിൻ്റെ വാക്കുകൾ കേട്ട ശാസ്ത്രി വളരെ വിലപ്പെട്ട ഒരു സത്യം തിരിച്ചറിയുന്നുണ്ട്. ദൈവത്തെയും കൂട്ടുകാരനെയും സ്നേഹിക്കുന്നത് എല്ലാ സർവാംഗ ഹോമങ്ങളെക്കാളിലും യാഗങ്ങളെക്കാളിലും വലിയതെന്നാണ് അവൻ പറയുന്നത്. ആചാരങ്ങൾക്കും യാഗങ്ങൾക്കും പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഹൃദയമില്ലാത്ത ആചാരങ്ങളെക്കാൾ ദൈവത്തിന് പ്രിയം ഹൃദയശുദ്ധിയും സ്നേഹവുമാണെന്ന് യേശു അടിവരയിട്ട് പറയുന്നു. യഥാർത്ഥമായ ജീവൻ പ്രാപിക്കുന്നത് മരണത്തിലൂടെയാണ്. ക്രൂശിൻ്റെ വഴി പ്രകാശത്തിൻ്റെ വഴിയാണ്. കുരിശിൻ്റെ വഴി ക്രിസ്തുവിൻ്റെ വഴിയാണ്. യേശു ക്രിസ്തു കുരിശിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ഏറ്റവും വലിയ ആരാധനയും അനുസരണവും പിതാവായ ദൈവത്തിന് മുമ്പിൽ കാഴ്ചവെച്ചു. നമുക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ എളുപ്പമാണ്. എന്നാൽ സ്വന്തം താല്പര്യങ്ങളെ ക്രൂശിച്ചുകൊണ്ട് ദൈവഹിതത്തിന് അനുസരണമുള്ളവരായി ജീവിക്കുക എന്നത് ത്യാഗപൂർണമാണ്. നമ്മുടെ ഇന്നത്തെ ആരാധനകളിൽ പലപ്പോഴും വലിയ ആഘോഷങ്ങളും പ്രകടനങ്ങളുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ നാം മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതം ദൈവകേന്ദ്രീകൃതമായി മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിച്ചു കാണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ അഹങ്കാരവും മത്സരബുദ്ധിയും ജീവിതത്തിലെ സ്വാർത്ഥതയും ഒക്കെ മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിനെ പോലെ സ്വയം താഴ്ത്തി ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് കീഴടങ്ങുമ്പോഴാണ് ദൈവസന്നിധിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന അർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ ലോകത്ത് നമുക്ക് ജീവിച്ച് മുമ്പോട്ട് പോകാം. ചില പ്രകടനങ്ങൾ നടത്തി നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. അതിനൊരു പക്ഷേ കയ്യടി ലഭ്യമാകും. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മുടെ ന്യായവിധി നാളിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള വലിയ ഉത്തരവാദിത്തത്തിൽ, ഉദ്ദേശത്തിൽ, താല്പര്യത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാനായിട്ട് ഇന്നത്തെ വചനഭാഗം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. യേശു ന്യായശാസ്ത്രിയോട് പറയുന്നു, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല. ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ശരിയായ അറിവ് ആ വ്യക്തിക്കുണ്ടായിരുന്നു. എന്നാൽ അറിവ് മാത്രം പോരാ, അത് ജീവിതത്തിൽ അനുഭവിച്ചറിയണം. ദൈവരാജ്യത്തിൻ്റെ അതിരുകളിൽ നിന്ന് നിൽക്കുകയല്ല, അതിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് ആവശ്യം. നാം ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. നമ്മുടെ ആരാധന ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണോ? നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ സ്നേഹം സഹജീവികളിലേക്ക് ഒഴുകുന്നുണ്ടോ? നമ്മൾ വെറുതെ വന്ന് ആരാധിക്കുകയാണോ? ഒരു കുരിശിൻ്റെ ജീവിതം നയിക്കുവാൻ നാം തയ്യാറാണോ? ദൈവസാന്നിധ്യം നമ്മെ വെറുതെ വിടുന്ന ഒന്നല്ല, അത് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒന്നാണ്. ക്രിസ്തു കുരിശിൽ മരിച്ച് ഫലം പുറപ്പെടുവിച്ചതുപോലെ നമ്മുടെ സ്വാർത്ഥതകളോട് നാം മരിച്ച് ദൈവരാജ്യത്തിനായി വലിയ ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മുടെ ഈ ഓരോ ആരാധനയും തീരണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അവിടുത്തെ ഉദ്ദേശങ്ങളുമായി നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.